ഇവിടെ ചില പ്രതിപക്ഷ അംഗങ്ങൾ ചെയറിന്റെ സമീപത്ത് വന്ന് പറഞ്ഞത് ചെയർ കള്ളം പറയുന്നു എന്നുള്ളതാണ്. തന്റെ വാദം ജയിക്കാൻ വേണ്ടി, ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി കള്ളം പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ല ചെയർ. അതുകൊണ്ട് ഇത്തരം വാദമുഖങ്ങൾ നിരത്തുന്നത് ശരിയല്ല. എന്റെ വായിൽ കൈയിട്ട് ആളെ പേര് പറയിക്കണ്ട. ഏതായാലും രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ ജെന്റിൽനെസ് എല്ലാ കാലത്തും കാണിച്ച ഒരാളാണ് ചെയർ എന്നുള്ളതുകൊണ്ട് ആ ഭാഗം ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ ചെയർ പറഞ്ഞു നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറുമാണ്. പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല. 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്ത ഈ 15ാമത് കേരള നിയമസഭയ്ക്ക് ഈ ശബരിമലയിലെ വിഷയവും ചർച്ച ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല. നിർഭാഗ്യവശാൽ അത്തരമൊരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ജനാധിപത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണപക്ഷം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നത്. സാധാരണ ചർച്ചക്കെടുക്കാതെ തള്ളുക ചെയ്യുക. പക്ഷെ വളരെ സത്യസന്ധമായി ഗവൺമെന്റ് അറിയിച്ചു ചെയറിന് നിങ്ങൾ നോട്ടീസ് നൽകിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പല ഘട്ടത്തിലും സഭയെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാവാത്തെന്ന കാര്യം വളരെ നിർഭാഗ്യകരമാണ്. ഞാൻ ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയുന്നു. ഡിസ്റപ്ഷൻ അല്ല ജനാധിപത്യത്തിന്റെ ഭൂഷണം, പകരം ഡിബേറ്റും ഡിസ്കഷനുമാണ്. ഡിബേറ്റും ഡിസ്കഷനും ഏറ്റവും കൂടുതൽ നടന്ന സഭയാണ് 15ാമത് കേരള നിയമസഭ. വളരെ പ്രൗഡുണ്ട് ചെയറിന്, വളരെ പ്രൗഡോടെ പറയാൻ സാധിക്കും. ഇത്രയധികം അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്തപ്പം അതിന് ചെയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പൊളിറ്റിക്കൽ കരിയറിൽ തന്നെ ഒരു അഭിമാനമായി കാണുന്ന ഒരു ചെയറാണ് ഞാൻ.